സുഹൃത്തുക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇതാണ് ബാക്കി വന്ന ദോശ. ഇന്നലെ 3-4 ദോശ ബാക്കി ഉണ്ടായിരുന്നു. അതിന് രാവിലെ ഇതെല്ലാം ചൂടാക്കി അതിന് ചട്നി എല്ലാം അരയ്ക്കണം. അതിന് കേട്ട് ഞാൻ ചോദിച്ചു ഒന്ന് ഉപ്പുമാവാക്കിയാലോ എന്ന്. അപ്പോൾ ദോശ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞു വെച്ചത്. അത് ബാക്കി വന്ന ദോശ തന്നെ വേണം. അന്നത്തെ ദോശയാകുമ്പം ഇതുപോലെ ഉണ്ടാവും. ഇതാകുമ്പോൾ നല്ല ഇങ്ങനെ പൊടി പൊടി പോലെ കിട്ടും. പിന്നെ അതിന് വേണ്ടുന്നത് സവാള, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, തേങ്ങ, ഉഴുന്നുപരിപ്പ്, മുളക് പൊടി, അത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ഒരു ഉപ്പുമാവാക്കാം. അപ്പം ഞാൻ ചീനച്ചട്ടി വെച്ചേ, ഇരുമ്പ് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നതാണ്. അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട്, പിന്നെ ഇതിൻ്റെ കൂടെ കപ്പലണ്ടി കുറച്ച് വേവിച്ച് ഇതാക്കുന്നുണ്ട്. അതിനായിട്ട് കുക്കറിൽ 2-3 വിസിൽ വന്നിട്ടുണ്ട്. കുഞ്ഞി കപ്പലണ്ടി കടുകും ഇതുമെല്ലാം നല്ലോണം പൊട്ടി ഉഴുന്ന് പരിപ്പെല്ലാം നല്ലോണം വളർന്നു വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കറിവേപ്പില, ഇതിനകത്ത് ഇഞ്ചിയും പച്ചമുളക്, ബാക്കിയൊന്ന് ദോശ പിന്നെ കളയണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് വാക്കി നമുക്ക് കറിയില്ലാണ്ടും കഴിക്കാം. കറി വേണമെന്ന് വെച്ച് കറി ഇട്ട് കഴിക്കാം. സവാള, ഉപ്പ് ഇടാം. ദോശക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടേ ഞങ്ങൾ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. ദോശക്ക് നമ്മൾ ഉപ്പിടുമല്ലോ. ഈ സവാളക്കും ഇതിന് മാത്രമേ ഉപ്പ് വേണ്ടു. ഇത് കുറച്ച് വളർന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല. അപ്പോൾ ഒരു അര മിനിറ്റായ അത് നല്ലോണം ഇളക്കി കൊടുക്കുക. ദോശയെല്ലാം ഓൾറെഡി വെന്തതല്ലേ, പിന്നെ ഇന്നലെ ദോശ ആയതുകൊണ്ട് കുറച്ച് നല്ലോണം ഒന്ന് ഇതാണ്. അതിൻ്റെ അകത്ത് വരുമ്പോൾ തേങ്ങ വാങ്ങാനാകുമ്പോൾ കുറച്ച് കറിവേപ്പില, നമ്മളെ കറിവേപ്പിലയല്ലേ, വിഷടിക്കാത്ത കറിവേപ്പിലയല്ലേ, അപ്പോൾ പിന്നെ അതേക്കിടും. അങ്ങനെ ബാക്കി വന്ന ദോശ കൊണ്ട് ഒരു ഉപ്പുമാവ് റെഡി. നല്ല ടേസ്റ്റാണ് സുഹൃത്തുക്കളെ, ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ബാക്കി വന്ന ദോശയുണ്ടെങ്കിൽ അങ്ങനെ ദോശ കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി.